സന്തോഷമറിയിച്ചേനേ. ആഗ്രഹങ്ങളില്ല, മോഹങ്ങളില്ല, ഈശ്വര നിന്നോടു ചേർന്നിരിക്കാൻ ആശയാണെൻ ഉള്ളിലെപ്പോഴും. എന്നന്തകരണത്തിൽ ഒളിച്ചിരിക്കും മാറിയേ നീലമേഘങ്ങൾക്കിടയിലൂടെ കാർമേഘമായി വർഷമായി പെയ്തിറങ്ങിയേ. മാനസ സംഘർഷത്താൽ ചൂടേറ്റ മാനവർക്ക് ശീതള മഴത്തുള്ളിയായി സാന്ത്വനമേകിയേ. ഈ ഭൂമിയിൽ നിന്നു പറന്നുയരാൻ രണ്ടു വന്ന ചിറകുകളുണ്ടായി. വളരെ ധന്യമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ മുന്നിരിക്കുന്നത്. ഭദ്രദീപം കൊളുത്തി ജീവിതം ഭദ്രമാക്കുന്ന കുറേ കാര്യങ്ങൾ അവിടെ നടക്കാൻ പോവാണ്. ഏറെ അനുഗ്രഹീതരായ ബഹുമാന്യരായ സംഘബന്ധുക്കൾ, എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ കൊച്ചനിയന്മാരും കൊച്ചനിയത്തിമാരും അവരെല്ലാം പരിചരിക്കുന്ന അമ്മമാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ബന്ധുക്കൾക്കും ആത്മബന്ധുക്കൾക്കും എൻ്റെ സഹസ്രകോടി പ്രണാമം. നമ്മളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത് എന്തിനാണ്? നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ 2 ദിവസത്തേക്ക്. എന്തിനാ വന്നിരിക്കുന്നത്? പറയണം, എന്തിനാ വന്നിരിക്കുന്നത്? ഉറക്കെ പറയൂ. ശിബിരം കൂടാൻ. ഈ ശിബിരത്തിൽ എന്തിനാ കൂടാൻ വന്നത്? കാര്യങ്ങളറിയാം. എല്ലാവരും കാര്യങ്ങൾ അറിയാൻ വേണ്ടി. എന്ത് കാര്യം നമുക്ക് അറിയേണ്ടത്? നിങ്ങൾക്ക് അറിയാത്ത കാര്യം എന്താ? ഒരുപക്ഷെ ഞങ്ങൾക്കായിരിക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാത്തത്, നിങ്ങൾക്കായിരിക്കും ഒരുപാട് കാര്യങ്ങൾ അറിയുന്നത്, അല്ലേ? കാരണം ഇന്നിപ്പം ഏറ്റവും കൂടുതൽ മൊബൈലിൻ്റെ അകത്തിരിക്കുന്നവർക്ക് കുറേ നിങ്ങളാണ്. ഞാൻ മൊബൈലിലെ പല കാര്യങ്ങൾ കൊച്ചു കുട്ടികളുടെ അടുത്ത് നിന്ന് അറിയാം. അവരാ പറയാം, സ്വാമിനി ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ അവരെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്തിനാണ്? നമ്മൾ ഭാരതത്തിൽ ജനിച്ചവരാണ്. എവിടെ ജനിച്ചത്? ഭാരതത്തിൽ. ഭാരതം എന്ന് പറയുമ്പോൾ തന്നെ അഭിമാനപൂരിതമാകണം അന്തരംഗം. നമ്മുടെ ഭാരതത്തിന് മഹത്വം തന്നെ. ഇവിടെ ജനിച്ച ഓരോരുത്തരും, ഇപ്പം നിങ്ങളെല്ലാവരും വളരെ കഴിവും കരുത്തുമുള്ളവരാണ്. ആരാണ്? കഴിവും. അപ്പം നമ്മൾ 100ാമത്തെ ജന്മശതാബ്ദിയിലേക്ക് കിടക്കുകയാണെന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞു വളരെ മനോഹരമായിട്ട് നമ്മുടെ ഈ 100 വർഷത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പത്മനാഭസ്വാമിജി വളരെ വിശദമായി പറഞ്ഞു. ഒരൊറ്റ വ്യക്തിയിൽ നിന്ന് ആരംഭിച്ച ഒരു മഹത്വം. ഇതുപോലെ നിങ്ങളിൽ ഓരോരുത്തരിലും ഇതുപോലെ കഴിവും കരുത്തും കാണണോ? വേണോ? വേണ്ടേ? വേണം. എല്ലാവരും നിവർന്നിരിക്കും. നിങ്ങളുടെ ഇരിപ്പത്ര ശരിയായിട്ട് തോന്നുന്നു എനിക്ക്. എല്ലാവരും നിങ്ങളുടെയൊക്കെ മനസ്സിവിടെ ഉണ്ടോ? ഉറപ്പാണോ? ഞാൻ നിങ്ങളുടെ മനസ്സിവിടെ ഇല്ല എന്ന് ഉറപ്പിക്കട്ടെ. ആദ്യം നമ്മളൊന്ന് ശ്രമിച്ചു നോക്കാം. ഞാനാണോ ജയിക്കുന്നത്, നിങ്ങളാണോ ജയിക്കുന്നത്? നോക്കാലോ. ആൺകുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. നിങ്ങളുടെ മനസ്സിവിടെ ഉണ്ടോ എന്ന് നിങ്ങൾ തെളിയിക്കണം. ഞാൻ പറയണു ഇല്ല. ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഒരു ഉറക്കെ പറയൂ. ഉണ്ടോ? ആൺകുട്ടികളുടെ മനസ്സിവിടെ ഉണ്ടോ? ഉണ്ടോ? എല്ലാവരും ഒന്ന് കൈ ചൂടാക്കും. നോക്കാലോ നിങ്ങളുടെ മനസ്സിവിടെ ഉണ്ടോ. ഇത് മനസ്സിവിടെ ഉണ്ടോ എന്നറിയാനുള്ള ഒരു പരീക്ഷണം. നല്ലോണം ചൂടാക്കണം. ചൂടാവുണ്ടാവും. ഞാൻ 1 എന്ന് പറയുമ്പോൾ കൈ അടിക്കണം. എപ്പോഴാണ്? അടിക്കാറായിട്ടില്ല, പറഞ്ഞിട്ടില്ലേ അടിക്കേണ്ടത്. എപ്പോഴാണ് അടിക്കേണ്ടത്? കൈ ചൂടാക്കണം, നല്ലോണം ചൂടാക്കണം. ചൂടാക്കണ്ടോ? എപ്പോഴാണ് അടിക്കേണ്ടത്? 1 പറയുന്നത്. ഇപ്പം മനസ്സിലില്ല, ഞാൻ പറഞ്ഞിട്ട് പോലുമില്ല. പറയാതെ അടിക്കാൻ പാടില്ല. 1 എന്ന് പറഞ്ഞതിന് ശേഷമേ അടിക്കാം. ഏറ്റവും മനസ്സിലായോ? തെറ്റിക്കില്ലല്ലോ? മനസ്സിവിടെ ഉണ്ടോ? ഉറപ്പല്ലേ? ഞാൻ നോക്കാം. ഇല്ലാതെ ഞാൻ തെളിയിക്കുന്നു, ഉണ്ടെന്ന് നിങ്ങൾ തെളിയിക്കണം. ശരി, നോക്കാം ആരാ ജയിക്കുക.
എപ്പോഴാ കൈയടിക്കേണ്ടത്? ഒന്ന്. ബോയ്സ് പറയില്ലല്ലോ. എപ്പോഴാ അടിക്കേണ്ടത്? ഉറക്കെ പറയണേ. ഏറ്റുമല്ലോ? തെറ്റിക്കില്ലല്ലോ? ഉറപ്പിച്ചില്ലേ? ഞാനെന്താ പറഞ്ഞത്? നിങ്ങളുടെ മനസ്സുമില്ല. നിങ്ങളെന്താ പറയുന്നത്? മനസ്സുണ്ട്. ഇതിലാരും പറയുന്നതാണ് ശരി. നോക്കാനോ കൈ ചൂടാക്കുന്നുണ്ടല്ലോ. ശരിക്കും റെഡി? റെഡിയാണോ? റെഡി. ഞാനെന്താ പറഞ്ഞത്? എത്ര തവണ ആവർത്തിച്ച് പറഞ്ഞു ഒന്നൊന്ന് പറയുമ്പോഴേ അടിക്കാവൂ എന്ന്. നിങ്ങൾ ഒന്നൊന്ന് പറയുമ്പോഴാണ് അടിച്ചത്. റെഡി എന്ന് പറഞ്ഞു ചാടി ഇറങ്ങി. അപ്പൊ മനസ്സിവിടെ ഉണ്ടോ? മനസ്സിവിടെ ഉണ്ടോ? ഉണ്ടോ? ഞാൻ പറഞ്ഞ ഒന്നൊന്ന് പറയുമ്പോഴല്ലേ അടിക്കാവൂ, അപ്പോഴല്ലേ മനസ്സിവിടെ ഉണ്ടാവുക. നിങ്ങൾ മനസ്സ് വെച്ചോ ഞാൻ പറഞ്ഞതിൽ? ഇല്ല. അപ്പൊ ഞാനല്ലേ ജയിച്ചത്? അല്ല. റെഡി പറയുമ്പോൾ അടിക്കാൻ പറഞ്ഞിട്ടോ? അടിച്ചിട്ടില്ല. നോക്കാലോ കൂടെ. ഇപ്രാവശ്യം നിങ്ങളാ ജയിച്ചതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം നിങ്ങൾ ബാലസദനത്തിലെ കുട്ടികളായതുകൊണ്ട് നിങ്ങൾ മിടുക്കന്മാരെ പിടിക്കുകളാണ്. എപ്പോഴാണ് അടിയേണ്ടത്? റെഡിയാണോ? റെഡി. അതിൽ ഞാൻ പറയില്ലേ നിങ്ങൾ മിടുക്കന്മാരെ പിടിക്കുകളാണെന്ന്. കാരണം നിങ്ങൾ വരുന്നത് അങ്ങനെയുള്ള സ്ഥലത്തില്ല. അപ്പോ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാം? നിങ്ങളെല്ലാവരും നിങ്ങളുടെ തള്ളവരൽ നോക്കുക. എന്താണ് തള്ളവരൽ നോക്കാൻ പറയുന്നത്? തള്ളവരൽ ഏതാണ്? തമ്പ്. തള്ളവരൽ. ഇത് തള്ളവരലല്ലേ? ആണോ? അതൊന്ന് നോക്കുക. വല്ലതൊക്കെ കാണാനുണ്ടോ നിങ്ങൾക്ക്? ഇതിന് പുറകുവശമല്ല, മുൻവശം കാണും. എന്തെങ്കിലും കാണാനുണ്ടോ? എന്താ കാണാനുള്ളത്? കുറേ വരകളുണ്ട്. ഈ വരകൾക്ക് വല്ല പ്രത്യേകതയുണ്ടോ? നിങ്ങളൊക്കെ ആധാർ കാർഡൊക്കെ എടുത്തു? ആധാർ കാർഡ് എടുത്തു. നമ്മൾ ആധാർ കാർഡ് എടുക്കുമ്പോൾ ഈ തമ്പ് കൊടുക്കണം. ഈ കൈവിരൽ അമർത്തണം. ഒരു സാധനത്തിന് മുകളിൽ വേണ്ടേ? അമർത്തിയില്ലേ? അപ്പം അങ്ങനെ അമർത്തുമ്പോൾ ആധാർ കാർഡ് നമുക്ക് കാണിച്ചു തരുന്നൊരു കാര്യം, നമ്മുടെ കൈകളിൽ ഈ തള്ളവിരലിലുള്ള വരകളെല്ലാം മറ്റുള്ളവരുടെ വിരലിലെ വരകളിൽ നിന്നും വ്യത്യസ്തമാണ്. ഇത് മനസ്സിലാവൂ? ആണോ? വ്യത്യസ്തമാണോ അല്ലയോ? അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ ഓരോരുത്തരുടെയും വിരലിന്റെ അടയാളം മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമല്ലേ? ഇനി നിങ്ങൾ നോക്കുക, നമ്മുടെ ശബ്ദം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണോ? ആയിരിക്കോ? നമുക്ക് വേണമെങ്കിൽ മിമിക്രി അഭിനയിക്കാം, പക്ഷെ എന്നാലും വ്യത്യസ്തമല്ലേ? ഇതുപോലെ സ്വഭാവം വ്യത്യസ്തമാണോ? നിങ്ങളുടെ അതേ സ്വഭാവമുള്ള ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റും? ഇല്ല. അപ്പൊ നമ്മൾ നോക്കൂ, ഇവിടെ ഓരോരുത്തരും വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യത്യസ്തമായ കഴിവുണ്ട്. എന്തുണ്ട്? അപ്പൊ നമ്മൾ മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് നമുക്ക് കഴിവില്ല എന്ന് ചിന്തിക്കണോ, മറ്റുള്ളവർക്കില്ലാത്തൊരു കഴിവ് എനിക്കുണ്ടെന്ന് ചിന്തിക്കണോ? ഇതിലേതാ വേണ്ടത്? ഉറക്കെ പറയണം. രണ്ടാമത് പറഞ്ഞത് എളുപ്പം പറഞ്ഞു. എന്താ രണ്ടാമത് പറഞ്ഞത്? മറ്റുള്ളവർക്കുള്ള കഴിവ് നോക്കി അസൂയപ്പെടണ്ട. എനിക്ക് അവർക്കില്ലാത്തൊരു കഴിവ് ആർക്കുണ്ട്? എനിക്കുണ്ട്. എത്ര പേര് അങ്ങനെ പറയാൻ തയ്യാറുണ്ട്? മറ്റുള്ളവർക്കില്ലാത്തൊരു കഴിവ് എനിക്കുണ്ട്. ഒന്ന് നെഞ്ചിൽ കൈവച്ച് പറയും. വോയിസ് ഉഷാറിൽ പറയും, മറ്റുള്ളവർക്കില്ലാത്തൊരു കഴിവ് എനിക്കുണ്ട്. മറ്റുള്ളവർക്കില്ലാത്ത ഒരു വ്യത്യസ്തമായ കഴിവ് എനിക്കുണ്ട്. ഉറക്കെ പറയണം. മറ്റുള്ളവർക്കില്ലാത്ത വ്യത്യസ്തമായ ഒരു കഴിവ് എനിക്കുണ്ട്. ആ കഴിവ് ഉണ്ടെന്ന് പറഞ്ഞ കഴിവ് വരില്ല. അതിനെ നമ്മൾ കണ്ടെത്തണം. ഇപ്പൊ നിങ്ങളൊക്കെ ഉണ്ടല്ലോ വലിയ നെറ്റിക്കുംഭങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഉണ്ടല്ലോ വലിയ മഹാന്മാരും മഹതികളും. ഡോക്ടർ ഹെഗ്ഡേവാർ തുടങ്ങിയിട്ടുള്ള മഹത്തുക്കൾ ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച പോലെ 4 അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നവരാണ്. അപ്പൊ അതിനെന്ത് വേണം? അതിനാണ് നമുക്ക് 4 കാര്യങ്ങൾ വേണം. എത്ര കാര്യങ്ങൾ? 4 കാര്യങ്ങൾ. അപ്പൊ നേരത്തെ ഇവിടെ സതീഷ് സാറ് പറഞ്ഞപ്പോൾ തുടക്കത്തിൽ വയനാട്ടിലൊക്കെ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയണ്ടേ? 2 പേര് നമുക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ പറയണ്ടേ? ഇല്ലേ? പ്രകൃതി ദുരന്തം, അപ്രതീക്ഷിതമായി പ്രകൃതിയിലുണ്ടായ ദുരന്തം. 400ഓളം ആളുകൾ ഇപ്പോഴും കൃത്യമായ അളവ് കണക്കില്ല നമുക്ക്. ഒരു വശത്ത് അത്, വേറെ വശത്ത് നിങ്ങൾ ബാംഗ്ലാദേശിലൊക്കെ നടക്കുന്നത് കണ്ടു? ആരെങ്കിലുമൊക്കെ പത്രത്തിൽ നോക്കിയോ? ബാംഗ്ലാദേശിൽ കുറെ ഹിന്ദു കുടുംബങ്ങൾ ആക്രമിക്കുന്നു, അതുപോലെ തന്നെ അമ്പലങ്ങൾ, ക്ഷേത്രങ്ങൾ നശിപ്പിക്കുന്നു. കണ്ടോ ഇതൊക്കെ നിങ്ങൾ? അവിടെ മനുഷ്യരുണ്ടാക്കുന്ന കലാപങ്ങളാണ്. ഒരു വശത്ത് പ്രകൃതിയാണെങ്കിൽ വേറെ വശത്ത്
മനുഷ്യനുണ്ടാക്കുന്ന ആക്രമണങ്ങളാണ്, അല്ലേ? ഇവിടെയാണ് നമുക്ക് വേണ്ടത് നല്ല ബന്ധങ്ങളുണ്ടെങ്കിലേ, എന്താ പറഞ്ഞത്? നല്ല ബന്ധങ്ങളുണ്ടെങ്കിലേ കഴിവുകളെ നമുക്ക് മറ്റുള്ളവർക്കുള്ള ഒരു മുതൽക്കൂട്ടാക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ നോക്കൂ, നമ്മുടെ ഹെഗ്ഡേവർ തുടങ്ങിയിട്ടുള്ള മഹത്തുക്കളുടെ കഴിവുകളാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങളും ഇന്ന് നിങ്ങളെപ്പോലുള്ള കുട്ടികളൊക്കെ ഇവിടെ വന്നു ചേരാനുള്ള, ഞാനും ഇവിടെ എത്തിച്ചേരാനുള്ള നമുക്കൊക്കെ ഒരു അവസരം ഒരുക്കിയത് ആണോ? അവരുടെ കഴിവുകളെ അവർ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. അപ്പം നമ്മുടെയൊക്കെ കഴിവിനെ നമ്മൾ എന്ത് ചെയ്യണം? ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. നേരത്തെ പറഞ്ഞേ, നിസ്വാർത്ഥമായി സ്വന്തം കാര്യങ്ങളൊക്കെ മറന്ന് ലോകത്തിൻ്റെ, രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ കഴിവുകളെ ഉപയോഗിക്കണം. വേണ്ടേ? വേണ്ടയോ? അതിന് നമുക്ക് നല്ല ബന്ധങ്ങൾ വേണം. എന്ത് വേണം? ഭാരതം ഒരിക്കലും നശിപ്പിക്കുന്ന ഒരു രാജ്യമല്ല. ഭാരതം എല്ലാവരെയും കൈപിടിച്ച് ഉയർത്തിയ രാജ്യമാണ്. നിങ്ങൾ നോക്കൂ, രാമായണത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാട്ടിൽ ജനിച്ച ആളാണ് ശബരി ദേവി, അല്ലേ? കേട്ടിട്ടുണ്ടോ ശബരി ദേവിയെ കുറിച്ച്? ആ ശബരി ദേവിയുടെ അടുത്ത് രാമൻ ചെന്ന് ശ്രീരാമസ്വാമിക്ക് പറഞ്ഞു കൊടുത്തു എങ്ങനെയാ സീതയെ കൊണ്ടുവരേണ്ടത്. ഒരുപക്ഷെ ശബരി ദേവി ഇല്ലായിരുന്നില്ലല്ലോ വാനരന്മാരുമായിട്ട് സഖ്യം ചെയ്യേണ്ട കാര്യവും ഹനുമാൻ സ്വാമിയെ കണ്ടുമുട്ടുന്ന കാര്യം നടക്കുന്ന പ്രശ്നമില്ല. ശരിക്കും സീതാദേവിയെ ശ്രീരാമനായിരിക്കുന്ന അവതാര പുരുഷന് പോലും കണ്ടുകിട്ടാൻ അതിനുള്ള വഴികൾ പറഞ്ഞു കൊടുത്ത ആളാണ് ആര്? അവർക്ക് പറയണം, ശബരി ദേവി. ആരാണ്? ആ ശബരി ദേവിയുടെ പേരിലാണ് ഇന്ന് ശബരിമല ഇരിക്കുന്നത്. ആണോ? അപ്പൊ നോക്കൂ, ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി തൻ്റെ കഴിവും തൻ്റെ ശക്തിയും ഉപയോഗിച്ചപ്പോൾ ആ ദേവി എന്നും പൂജിതയുണ്ട്. നമുക്ക് മലയാളികളായതുകൊണ്ട് കുറെ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ കുറെ കുറവുകളുണ്ട്. സത്യം പറഞ്ഞാൽ ആ ശബരിമലയിൽ ആ ശബരി ദേവിയുടെ ഒരു പ്രതിമ സ്ഥാപിക്കേണ്ടതാണ്. കാരണം ശബരിമല എന്ന് അറിയപ്പെടുന്നതിന് ശബരി ദേവിയുടെ പേരിലാണ്. അതൊന്നും നമ്മളെ ഹിന്ദുക്കൾക്ക് വിധിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടതുള്ളൂ. വരും, കാലം കൊണ്ട് വരും. കാരണം ഈ തിരിച്ചറിവിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുക. വേണ്ടേ? ആ ശബരി ദേവിയെ നമ്മൾ പ്രതീക്ഷിക്കട്ടെ, അവിടെ ഓർമ്മ വേണ്ടേ? അത്രയും നോക്കൂ, കാട്ടിൽ ജനിച്ച് അവർക്ക് വലിയ സമ്പന്നതയിലാണോ ജനിച്ചത്? വലിയ വിദ്യാഭ്യാസം നേടാനുള്ള സൗകര്യങ്ങളുള്ള കുടുംബത്തിലാണോ ജനിച്ചത്? ആണോ? പക്ഷേ അവര് നിരന്തരമായ പ്രയത്നം കൊണ്ട് തൻ്റെ കഴിവുകൾ വളർത്തി ശ്രീരാമസ്വാമിക്ക് പോലും സീതാദേവി പിടിക്കാനുള്ള, അല്ലെങ്കിൽ കണ്ടെത്താനുള്ള, കൊണ്ടുവരാനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ശബരി ദേവിയല്ലേ വലിയ വിദ്യാഭ്യാസമുള്ളവരെക്കാൾ ശ്രേഷ്ഠയായിട്ടുള്ള ആണോ? അല്ലയോ? ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും കഴിവുള്ളവരാണ്. ആരാണ്? അതിന് നല്ല ബന്ധങ്ങൾ വേണം. ശബരി ദേവിക്ക് കിട്ടിയ കാര്യം എന്താ അറിയോ? അവര് മാതംഗ ഋഷിയുമായിട്ടുള്ള ബന്ധം. ആരായിട്ട്? നിങ്ങളൊക്കെ സുഹൃതികളാണ്. കാരണം എന്താ അറിയോ? സംഘം എന്ന് പറഞ്ഞാൽ സത്സംഗം. രണ്ടു തരം സംഘമുണ്ട്. ഒന്ന് സത്സംഗം എന്ന് പറഞ്ഞാൽ നല്ല ബന്ധങ്ങൾ, മറ്റൊന്ന് ദുസ്സംഗം. ഇപ്പൊ ബംഗ്ലാദേശിലൊക്കെ അവിടുത്തെ ചെറുപ്പക്കാര് ആക്രമണങ്ങളൊക്കെ നടത്തുമ്പോൾ അവരുടെ ഏത് സംഘമായിരിക്കും? മറ്റുള്ളവരെ നശിപ്പിക്കുക, കൊള്ളയടിക്കുക, അങ്ങനെയൊക്കെയുള്ള സംഘത്തിന്റെ പേര് ദുസ്സംഘം. ഇപ്പൊ നമ്മൾ വയനാട്ടിൽ നേരത്തെ പറഞ്ഞേ, പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്, രണ്ടുപേര് മരിച്ചെങ്കിലും കുറെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെയെങ്കിലും അവിടെ കഷ്ടപ്പെടുന്നവരെ നമുക്ക് സഹായിക്കണം. അങ്ങനെയുള്ള ബന്ധത്തിന്റെ പേരെന്താണ്? സത്സംഗം. നിങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധം കിട്ടിയിട്ടില്ലേ? നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പൊ സംഘം തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് സത്സംഗമാണ്. എന്താണ്? സത്സംഗമാണ്. നിങ്ങൾ നോക്കൂ, ഒരു ചെടി നമ്മൾ കുഴിച്ചിടുമ്പോൾ ആ ചെടിക്ക് ആദ്യം വേണ്ടത് സൂര്യപ്രകാശവും കാറ്റും തട്ടുന്ന സ്ഥലത്ത് വേണം കുഴിച്ചിടാൻ. വേണോ? വലിയൊരു പ്ലാവിന്റെ താഴെ എന്തെങ്കിലും ഒരു ചെടി കൊണ്ട് കുഴിച്ചിട്ടാൽ അത് പിടിക്കുമോ? എന്തുകൊണ്ടാണ് പിടിക്കാത്തത്? അതിന് സൂര്യപ്രകാശം കിട്ടുന്നില്ല, വായു കിട്ടുന്നില്ല. അപ്പൊ അത് നന്നാവുമോ? ഇതുപോലെയാണ് ഓരോ കുട്ടികളുണ്ടല്ലോ, ജനിക്കുമ്പോൾ അവർക്ക് നല്ല ബന്ധങ്ങൾ കിട്ടണമെന്നില്ല, അച്ഛനമ്മമാർ അങ്ങനത്തെ ഒരു എൻവയറമെന്റ് തരണമെന്നില്ല. പക്ഷെ ചിലവർക്ക് സംഘം പോലുള്ള ബന്ധങ്ങൾ കിട്ടുമ്പോൾ അവരിലെ കഴിവുകളും അവരുടെ എല്ലാ സാധ്യതകളും വളർന്നു വരിക. രാമായണത്തിൽ എഴുത്തച്ഛൻ പറയുന്നൊരു വരികളുണ്ട്, സ്വർണം, അതിൻ്റെ വില എത്രയാണ്? സ്വർണത്തിൻ്റെ വില. പക്ഷെ അത് ചളി പറ്റിയാൽ അതിനും ഒരു മങ്ങലുണ്ടാവും. കൈകേയി കൊട്ടാരത്തിൽ ജനിച്ച് ജീവിച്ച ആളാണ്, പക്ഷെ മന്ദരയായിട്ടുള്ളൊരു ബന്ധം കൊണ്ട് ഒരു കുടുംബം തകർന്നു കൊടുക്കും, അല്ലേ? രാമായണത്തിൽ അങ്ങനെയല്ലേ ഒരു കഥ കേട്ടില്ലേ? കൈകേയി എവിടെയാണ് ജനിച്ചത്? കേകയ രാജാവിൻ്റെ പുത്രി.
എന്താ ഒരു കുറവുള്ള? ദശരഥ മഹാരാജാവിൻ്റെ ഭാര്യ. പക്ഷെ ആരായിട്ടാ കൂട്ടുകെട്ട്? ഉറക്കെ പറയൂ. മന്ധര. ആ മന്ധരയുടെ കൂട്ടുകെട്ട് കൊണ്ടൊരു കുടുംബം തകർത്തു. അവസാനം സ്വന്തം ഭർത്താവ്, ജീവനെ പോലെ കൊണ്ടു നടന്ന ഭർത്താവ് അതാ മരിക്കുന്ന സമയത്ത് കരഞ്ഞ് തളർന്ന് വിഷമിച്ച് വേദനിച്ച് അങ്ങനെ പെടഞ്ഞ് മരിക്കുന്ന ഒരു ദശരഥന്റെ ചിത്രമാണ് രാമായണത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത്. ആണോ? വായിച്ചിട്ടില്ലേ നിങ്ങൾ? അപ്പൊ നാളെ നിങ്ങളൊക്കെ ലോകത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ 3 കാര്യങ്ങളെ ഓർക്കണം. എന്തൊക്കെയാണ്? കഴിവുള്ളവരാണ് ഞാൻ. ഇങ്ങനെയുള്ളവരാണ്. നല്ല ബന്ധത്തിലൂടെയാണ് കരുത്തുണ്ടാവുന്നത്. ഇങ്ങനെയുള്ള ബന്ധം വേണം. നല്ല ബന്ധത്തിലൂടെയാണ് കരുത്തുള്ളവർക്ക് മറ്റുള്ളവരെ കരുതലുള്ളവരാവാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മറ്റുള്ളവരെ കൈപിടിച്ചുയർത്താൻ പറ്റും. ഇപ്പൊ സംഘത്തിന് കൈപിടിച്ചുയർത്താൻ പറ്റുന്നതോടാണ് നല്ല ബന്ധമുള്ളത് കൊണ്ടാണ്. അല്ലേ? ആണോ അല്ലയോ? അങ്ങനെ എത്ര പേർക്ക് ജീവിതം കൊണ്ട് നടക്കണമെന്നുണ്ട്? കഴിവുള്ളവരായി, കരുത്തുള്ളവരായി, കരുതലുള്ളവരായി മാറാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഉറപ്പാണോ? സത്യമാണോ? എന്നാ കൈതാണ്. ഒന്നുകൂടി നിങ്ങളുടെ മനസ്സിനെ പരീക്ഷിക്കട്ടെ. ഉറപ്പാണോ? മനസ്സിനെ പരീക്ഷിക്കട്ടെ. നിങ്ങളുടെ മുഖത്തെ ഞാൻ പരീക്ഷിക്കും. നിങ്ങൾക്ക് എത്ര അതിനുള്ള കഴിവും കരുത്തും. നമ്മൾ ഭാഷയിൽ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും അറിയാം അല്ലേ? അപ്പൊ സ്വരാക്ഷരങ്ങൾ ആ, ഈ, എന്ന് പറയാലോ. നമുക്ക് ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് പറയണേ. ആ. ഉറക്കെ പറയണം. എനിക്ക് തോന്നുന്നു ബോയ്സിനേക്കാളും ശക്തി ഗേൾസിനാണ് തോന്നുന്നു അല്ലേ ഇന്നത്തെ കാലത്ത്? അത് സംശയമില്ല. ആണോ? ബോയ്സിനാണോ ശക്തി, അത് ഗേൾസിനാണോ? പൊതുവെ പണ്ട് കാലത്തൊക്കെ പറയാം ഒരു വീടിന്റെ ഒരു കരുത്ത് ആരായിരിക്കണം? ഒന്നും വിടാത്തത് ആണുങ്ങളായിരിക്കണം. ഇപ്പൊ ആണുങ്ങളെക്കാൾ ശക്തി പെണ്ണുങ്ങൾക്കല്ലേ? നമുക്ക് അവർ സമ്മതിക്കണം. നിങ്ങളെന്താ വിട്ടുകൊടുത്തത്? ആണോ? നമുക്ക് ഉറക്കെ പറയണം. ഇപ്പൊ ബോയ്സിന് ശക്തി കൂടിക്കോ. ഈ അല്ലല്ലോ, അല്ലല്ലോ. ആ കഴിഞ്ഞാൽ ആന്നല്ലേ? ഇനി നിങ്ങൾ അടുത്താളുടെ മുഖത്ത് നോക്കിയിട്ട് പറയണേ ഈ. അപ്പൊ നോക്കാലോ എത്ര നിങ്ങളുടെ മുഖത്തിന്റെ സൗന്ദര്യം മറ്റുള്ളൊരാൾക്ക് മനസ്സിലാവും. മറ്റൊരാളുടെ മുഖത്ത് നോക്കി പറയണം ഈ. വെറുതിച്ചിരിക്കുന്ന നമ്മുടെ മുഖം സുന്ദരമായിട്ടുള്ളൊരു മുഖം. അപ്പൊ മറ്റൊരാളെ നമ്മൾ സന്തോഷിപ്പിക്കുക അല്ലേ? അതിലൊരു സുഖമില്ലേ? കരയിപ്പിക്കുന്നതിലാണോ സുഖം? സന്തോഷിപ്പിക്കുന്നതിലാണോ? ഏതിലാ സുഖം? അപ്പൊ എപ്പോഴും നമുക്ക് ഒരാളുടെ മുഖത്ത് ഈ എന്ന് പറയാൻ പറ്റില്ലല്ലോ. പറ്റുമോ? അപ്പൊ അവർ വിചാരിക്കും നമുക്ക് വട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് വേണം? സന്തോഷിപ്പിക്കാൻ. സേവാഭാരതിക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സന്തോഷിപ്പിക്കുകയല്ലേ? ആണോ? എത്ര കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ നല്ല ബന്ധങ്ങൾ വേണം. ഒരു ചെടി കുഴിച്ചിടാൻ നല്ലൊരു എൻവയറമെന്റ്, നല്ലൊരു സാഹചര്യം വേണം, ചുറ്റുപാട് വേണം. വേണ്ടേ? ഇനി എന്ത് ചെയ്യണം? നിരന്തരമായി അതിന് വെള്ളവും വളവും കൊടുത്താലേ ചെടി വളരുള്ളൂ. ഇതുപോലെ നമ്മുടെ കഴിവുകൾ നിരന്തരം വളരണമെങ്കിൽ എന്ത് വേണം? നമുക്ക് പ്രാർത്ഥനകളും പരിശീലനങ്ങളും വേണം. വേണ്ടേ? ഡെയിലി നിങ്ങൾ പ്രാർത്ഥനയൊക്കെ ചെയ്യാറുണ്ടോ? ഉണ്ടോ? ഞാൻ നോക്കട്ടെ, ഒന്ന് നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു നോക്കട്ടെ. ഓംകാരം. ഏതാണ്? ഓംകാരം. നിങ്ങളെല്ലാവരും ഡെയിലി ഓംകാരം ചൊല്ലാറുണ്ടോ നിങ്ങൾ? ഞാൻ ചൊല്ലുന്ന അത്ര. എനിക്ക് പനി പിടിച്ചിരിക്കണം, കോൾഡ് പിടിച്ചുകൊണ്ട് എൻ്റെ ത്രോട്ടൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടിലാണ്. എന്നാലും ഞാൻ പരിശ്രമിക്കാം. ഞാൻ ചൊല്ലുന്ന അത്രയും ശബ്ദത്തിലും ദീർഘത്തിലും നിങ്ങൾ ചൊല്ലണം. റെഡിയാണോ? ചമ്രം പഠിച്ചിരിക്കില്ല. എന്നിട്ട് നട്ടലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. നട്ടലുണ്ടോ? വീട്ടിലൊക്കെ വെച്ചോ? ഇല്ലല്ലോ. അവിടെ നമ്മുടെ താമസിക്കുന്നിടത്ത് വെച്ചിട്ടില്ലല്ലോ. പലരും ഇങ്ങനെ വളഞ്ഞും പൊടിഞ്ഞൊക്കെ ഇരിക്കും. നല്ല നട്ടലൊക്കെ ഇങ്ങനെ നിവർന്നിരിക്കും, ഉഷാറായി. എല്ലാവരും ഉറക്കെ ചൊല്ലണേ. കണ്ണൊക്കെ അടച്ച. എവിടുന്നാ ശബ്ദം വരുന്നത് അറിയോ? നാഭിക്ക് താഴെ. കൊണ്ടേന്നല്ല, നാഭിക്ക് താഴെ നിന്ന് വരും. എവിടുന്ന്? നമ്മുടെ നാഭി, വയറിന്റെ താഴെ നിന്ന് ശബ്ദം വരും. നോക്കട്ടെ. ശ്വാസം നല്ലവണ്ണം എടുക്കണം ഉള്ളിലേക്ക്. കണ്ണടയ്ക്കണം. ഓ
കണ്ണടച്ച് ചൊല്ലണം. നല്ലോണം ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം. 1 2 3 സ്റ്റാർട്ട്. ഒരുമിച്ച് ചൊല്ലേ, കണ്ണടച്ച് ഒരുമിച്ച്, നമ്മളെല്ലാവരും ഒരുമിച്ച് ചൊല്ലാൻ പോകണം. ഓക്കെ, ശ്വാസം എടുക്കുക നല്ലോണം, കണ്ണടയ്ക്കണം. ഓ ശ്വാസം ഒന്നുകൂടി ഒഴിപ്പിക്കണം. നല്ലോണം മാക്സിമം ശ്വാസം എടുക്കണം. നല്ലോണം എത്രത്തോളം എടുക്കാൻ പറ്റും അത്രയും. ആൺകുട്ടികളുടെ ഭാഗത്ത് ശബ്ദം വരുന്നില്ല. ഒരുമിച്ച് ചൊല്ലണം. ഓ ഇത്രയും മിടുക്കന്മാരെ വിളിക്കുക. എന്തിനായി ഓങ്കാരം ചൊല്ലുന്നറിയും? ഓങ്കാരം ചൊല്ലുന്തോറും നമ്മുടെ ബ്രെയിനകത്ത്, തലച്ചോറിനകത്ത് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് കൂടി വരും. അപ്പം നമ്മുടെ തലച്ചോറിനകത്ത് കാന്തിക ശക്തി, ഏതാണ് ശക്തി? ഈ കാന്തിക ശക്തി നമുക്കൊരു കാര്യം പറയുമ്പോൾ പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റും. സ്കൂളിലൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മാത്സിൽ ബുദ്ധിമുട്ടുള്ളവർ എത്ര പേരുണ്ട്? മാത്സ് പഠിക്കാൻ മാത്സ് വിഷമുള്ളവർ കൈപൊട്ടിക്കോളും, ധൈര്യയുടെ കൈപൊട്ടിക്കോളും. അപ്പം നിങ്ങളൊരു ഡെയിലി ഒരു 10-11 പ്രാവശ്യം ഓങ്കാരം ചൊല്ലി നോക്കൂ, മാത്സ് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. സയൻസ് ബുദ്ധിമുട്ടുള്ളവർ എത്ര പേരുണ്ട്? സയൻസ് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുള്ളവർ എത്ര പേരുണ്ട്? കുറച്ച് പേര്. അപ്പം നോക്കൂ, ഇതൊക്കെ എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടുള്ളത്? നമ്മുടെ തലച്ചോറിന് കാന്തിക ശക്തി ഉള്ളതാണ്. ഏതാക്കണം? അപ്പം ഡെയിലി നിങ്ങൾ ഓങ്കാരം ചൊല്ലിക്കഴിഞ്ഞാൽ അതീവ ശക്തി നമ്മുടെ ബ്രെയിനകത്തുണ്ടാവും. ഈശ്വരൻ നമുക്ക് കഴിവ് തന്നിട്ടുണ്ട്, പക്ഷെ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ചാർജ് ചെയ്തെടുക്കണം, ഡെവലപ്പ് ചെയ്തെടുക്കണം. ഒരു ഭൂമി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ കൃഷി ചെയ്യണമെങ്കിൽ അത് കൊത്തി ഇളക്കട്ടെ, വേണോ? താരങ്ങൾ കൃഷിയാകുമോ? ഇതുപോലെയാണ് ഈ തലച്ചോറിനകത്ത് കൃഷി ചെയ്യണമെങ്കിൽ അതിന് മന്ത്രങ്ങൾ വേണം. എന്ത് വേണം? അപ്പം നമ്മൾ ഡെയിലി പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കഴിവുകളെ നമുക്ക് എന്ത് ചെയ്യാം? ഉണർത്താം. കഴിവുണ്ടാവണം, അറിവുണ്ടാവണം, കരുത്തുണ്ടാവണം. ഇത് വേണം? കഴിവുണ്ടാവണം, കരുത്തുണ്ടാവണം, അറിവുണ്ടാവണം. അപ്പോഴാണ് നമുക്ക് ലോകത്തിലേക്ക് എന്നും നമ്മളെ ആവശ്യമില്ല, അല്ലേ? അല്ലെ? ആവശ്യമില്ല, ലോകത്തിന് ആവശ്യം വേണ്ട നമ്മളെ. അപ്പം നമ്മുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങൾ കാത്തിരിക്കുകയാണ്. ഈ ലോകത്തിന് നിങ്ങൾ ആവശ്യമാണ്. ലോകം ഇങ്ങനെ കൈ നീട്ടി കാത്തിരിക്കുക, വരൂ വരൂ വരൂ. ആരെയാ ലോകത്തിന് ആവശ്യം? ആരെയാണ് ആവശ്യം? നമ്മളെ ആവശ്യമാണ്. ഇങ്ങനെയുള്ള നമ്മളെയാണ് ആവശ്യം. കഴിവുള്ള നമ്മളെ, കരുത്തുള്ളവരെ. കരുത്തില്ലാത്തവരെ ആൾക്ക് ആവശ്യമുണ്ടാവും. എന്തു പറയും? അയ്യോ എന്നെ കൊണ്ട് പറ്റില്ലേ. അങ്ങനെ കരുത്തില്ലാത്തവരെ ആവശ്യമില്ല. ആരെ ആവശ്യം? കരുത്തുള്ളവരെ വേണം. അതിനാണ് നല്ല ബന്ധങ്ങൾ. പിന്നെ എന്താ വേണ്ടത്? അറിവുള്ളവർ വേണം. അപ്പം അറിവ് പല കാര്യങ്ങളും നമ്മൾ പഠിക്കണം. അപ്പം നിങ്ങൾക്ക് 2 ദിവസം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പഠിക്കാൻ ഒരു നല്ല അവസരം കിട്ടുകയാണ്, അല്ലേ? എല്ലാം പഠിച്ചെടുത്ത് ഗൗരവപൂർവ്വം ഇരിക്കണം. നമ്മൾ ഇത് പഠിക്കണം, എനിക്ക് മനസ്സിലാക്കണം. നാളെ ഞാൻ ഈ ലോകത്തിൽ എൻ്റെ കഴിവ് ഞാൻ തെളിയിക്കും. ഒരു ശബരീദേവി ശ്രീരാമസ്വാമിക്ക് വഴി കാണിച്ച പോലെ ലോകത്തിൻ്റെ വഴികാട്ടിയായി ഞാൻ മാറും. എന്താ പറയേണ്ടത്? ലോകത്തിൻ്റെ വഴികാട്ടിയായി ഞാൻ മാറുമെന്ന് പറഞ്ഞൊക്കെ. ലോകത്തിൻ്റെ വഴികാട്ടിയായി ഞാൻ മാറും. പറയൂ, ആരായി മാറണം? ലോകത്തിന് വഴി കാണിക്കുന്നവര് വേണ്ടേ? അങ്ങനെയുള്ളൊരു സമൂഹമായിട്ട് നമുക്ക് മാറാൻ സാധിച്ചാൽ നിങ്ങളുടെ ഈ ജന്മമുണ്ടല്ലോ, എല്ലാവരും നമസ്കരിക്കും, നിങ്ങളെ തൊഴും. കാരണം നിങ്ങൾ ഈ ലോകത്തിൻ്റെ സർവശ്രേഷ്ഠരാണ്. നിങ്ങൾ നോക്കൂ, വാത്മീകി മഹർഷി എന്ന് പറയുന്ന ആളാണല്ലേ രാമായണം രചിച്ചത്.
കേട്ടിട്ടില്ലേ? വാൽമീകി മഹർഷിയെ കുറിച്ച് കേട്ടില്ലേ? അദ്ദേഹം ശരിക്കും വലിയ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച് സംസ്കൃത പണ്ഡിതനായിട്ടൊക്കെ ജീവിച്ച ആളായിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ തൊഴിൽ ആദ്യകാലത്ത്? ആദ്യകാലത്ത് അദ്ദേഹം ചെയ്തത് ഉറക്കെ കേട്ടില്ലേ? രാമായണത്തിലെ കഥകൾ കേട്ടില്ലേ? എന്തായിരുന്നു ആദ്യകാലത്ത്? കാട്ടാളനായി കള്ളത്തരവും കൊള്ളത്തരവും വേണാധീനങ്ങളൊക്കെ കൊണ്ട് നടന്ന ആളായിരുന്നു ആര്? പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നല്ല ബന്ധങ്ങൾ വന്നു, ഒരു സത്സംഗം വന്നു. അപ്പൊ നിങ്ങൾക്കൊക്കെ കിട്ടിയതുപോലെ സത്സംഗങ്ങൾ വന്നു അല്ലേ? നല്ല കൂട്ടുകെട്ട് വന്നു, നല്ല ബന്ധങ്ങൾ വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, എൻ്റെ ജന്മം ഇങ്ങനെ നശിപ്പിക്കാനല്ല, മറ്റുള്ളവരെ വേദനിപ്പിക്കാനല്ല, സൃഷ്ടിക്കാനാണ്. അദ്ദേഹം നിരന്തരമായി, ഇപ്പൊ നിങ്ങൾ ഓങ്കാരമൊക്കെ ചൊല്ലിയില്ലേ, അദ്ദേഹം ജപിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കഴിവുകൾ ഉണർന്നു വരാൻ തുടങ്ങി. ആ കഴിവിലൂടെ അദ്ദേഹം ആവിഷ്കരിച്ച കൃതിയാണ് 24,000 ശ്ലോകങ്ങളുള്ള ഏത്? രാമായണം. അപ്പൊ ഈ ഭാരതത്തിൽ ഇങ്ങനെയൊക്കെയുള്ളത് സംഭവിക്കുന്നു. നാളെ ലോകത്തിൽ ഇതുപോലെ മഹത്വരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. കാരണം നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാണ്. മറ്റുള്ളവർക്കില്ലാത്ത വ്യത്യസ്തമായൊരു കഴിവ് ആർക്കുണ്ട്? ഉറക്കെ പറയണം. മറ്റുള്ളവർക്കില്ലാത്ത വ്യത്യസ്തമായൊരു കഴിവ് ആർക്കുണ്ട്? അത് കണ്ടെത്തണ്ടേ? ലോകത്തിന് പ്രയോജനപ്പെടുത്തണ്ടേ? നമുക്കതുകൊണ്ട് പ്രയോജനം ഉണ്ടാവണ്ടേ? വേണോ? അതിനാണ് നിങ്ങൾ ഈ 2 ദിവസത്തെ ക്യാമ്പിൽ വന്നിരിക്കുന്നത്. അപ്പൊ നാളത്തെ ലോകത്തിന്റെ മുന്നിൽ തല ഉയർത്തിക്കൊണ്ട്, ദേ ഞാനിതാ എൻ്റെ ജീവിതം നിങ്ങൾക്കായിട്ട് തരുന്നു, നിങ്ങൾക്ക് ഞാനുണ്ട്. ഇപ്പം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പണ്ട് ചായ വിറ്റ് നടന്നാണ് റെയിൽവേ സ്റ്റേഷനൊക്കെ, കേട്ടില്ലേ നിങ്ങൾ? പക്ഷെ അദ്ദേഹം തളർന്നില്ല. അദ്ദേഹം സംഘത്തിലൂടെ വളർന്നു വന്ന് പലതും പഠിച്ചെടുത്ത് ഇന്ന് ഭാരതത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ അഭിമാനമാകുന്ന ഒരു പ്രധാനമന്ത്രിയെ മാറാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഉണ്ടോ ഇല്ലയോ? നാളെ നമ്മൾ ഓരോരുത്തരും ഇതുപോലെ കഴിവുള്ളവരാണ്, ഈ ലോകത്തിന് ആവശ്യമുള്ളവരാണ്. അപ്പം അങ്ങനെയായി തീരട്ടെ. നിങ്ങളുടെ ഒരു ജീവിതം ധന്യമാവട്ടെ. ഈ 2 ദിവസത്തെ ക്യാമ്പ് നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് മാത്രം അനുഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഒരു പാട്ട് കൂടെ പാടി നമുക്ക് നിർത്താലോ? എല്ലാവരും റെഡിയാണോ? എല്ലാവരും ഇത് കഴിഞ്ഞു പാടും. എല്ലാവരും ഉഷാറായി പാടണേ. വോയിസിന്റെ ശബ്ദം ഒന്നുകൂടി ഉഷാറാവണം. അമ്മ പറഞ്ഞൊരു കഥയാണ്, അമ്മ പറഞ്ഞൊരു കഥയാണ്, അങ്കോടു കേൾക്കാൻ രസമാണ്, ഇടയും ഇടയും ഓടി നടക്കും, അണ്ണാൻ കുഞ്ഞിൻ കഥയാണ്. ഒരുമിച്ച് ചൊല്ലാലോ അല്ലേ? എല്ലാവരും ഒരുമിച്ച്. അമ്മ പറഞ്ഞൊരു അമ്മോടു കേൾക്കാൻ രസമാണ്, അവിടെയും ഇവിടെയും അണ്ണാൻ കുഞ്ഞിൻ കഥയാണ്. ഈ പാട്ട് മുമ്പ് കേട്ടിട്ടുണ്ടോ? അതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര സുഖമായിട്ട് പാടുന്നത്. എനിക്ക് നിങ്ങളുടെ മുഖം കണ്ടപ്പോഴേ തോന്നി ഇത് പഠിച്ചിട്ടുണ്ട്. പണ്ടൊരു കാലം ശ്രീരാമൻ വലിയൊരു കാര്യം ചെയ്തപ്പോൾ ഇത്തിരി ഉള്ളോരണ്ണാൻ കുഞ്ഞും മണ്ണിലുരുണ്ടു കളിക്കുന്നു, അമ്മ പറഞ്ഞൊരു കഥയാണ്, അങ്കോടു കേൾക്കാൻ രസമാണ്, അവിടെയോ ഇവിടെയോ ഓടി നടക്കും, അണ്ണാൻ കുഞ്ഞിൻ കഥയാണ്. കേട്ടില്ലേ ഇത്രയും കഥകൾ? ഈ വരികളൊക്കെ കേട്ടിട്ടുണ്ടോ? ഉറക്കെ പാടണേ. എന്തേ വികൃതികൾ കാട്ടുന്നു, രാമൻ തഴുകി ചോദിച്ചു,
പണിയുണ്ടേ, ശിവയുടെ പണിയിൽ പങ്കുണ്ടേ. അമ്മ പറഞ്ഞൊരു കഥയാണ്, അമ്പോടു കേൾക്കാൻ രസമാണ്. അവിടെയും ഇവിടെയുമോടി നടക്കും അണ്ണാൻ കുഞ്ഞിൻ കഥയാണ്. കുട്ടികൾ നമ്മളിലോർക്കേണം, വലിയവരായി വളർന്നീടാം, വലിയവരായി വളർന്നീടാം, നല്ലവരായി വളർന്നീടാം, നല്ലതിനൊക്കെയും ചേർന്നീടാം. ഈശ്വരൻ നമ്മോടൊത്തുണ്ട്, ജഗദീശ്വരൻ നമ്മോടൊത്തുണ്ട്. അമ്മ പറഞ്ഞ കഥയാണ്, അമ്പോടു കേൾക്കാൻ രസമാണ്. അവിടെയോ ഇവിടെയോ ഓടി നടക്കും അണ്ണാൻ കുഞ്ഞിൻ കഥയാണ്, ഒരു അണ്ണാൻ കുഞ്ഞിൻ കഥയാണ്. കഥ കേട്ടിട്ടുണ്ടോ? രാമേശ്വരത്ത് പാലം പണിയാണ്. വാനരന്മാരിങ്ങനെ കല്ലൊക്കെ കൊണ്ടുപോയില്ല. അപ്പൊ ഒരു പാവം അണ്ണാനെന്താ ചെയ്യുന്ന അറിയോ? മണ്ണിൽ ഇങ്ങനെ ഉരുണ്ടുരുട്ട് കളിക്കും. ഇപ്പൊ എന്തിനായി അണ്ണാനിങ്ങനെ ഉരുട്ട് കളിക്കുന്നത് ചോദിച്ചും പറയാണ്, ഞാൻ എൻ്റെ പുറത്ത് മണ്ണെടുക്കുകയാണ്. കാരണം അണ്ണാന് വേറെ മണ്ണെടുക്കാൻ വഴിയില്ല. അപ്പം അതിൻ്റെ പുറത്ത് അവിടെ തട്ടുന്ന മണ്ണുകളൊക്കെ പൊടിയില്ലേ, ഈ പൊടി മണ്ണ് കൊണ്ടുപോയി പാലത്തിന് ഇടയ്ക്കിട്ട് കൊടുക്കുക. ശ്രീരാമസ്വാമിക്ക് കണ്ടപ്പോൾ വളരെ വലിയ ബഹുമാനം തോന്നി. അങ്ങോട്ടുള്ള ലങ്കയിലേക്കുള്ള പാലപ്പണിയിൽ ആര് സഹായിക്കണോ? അണ്ണാൻ വേഗമെടുത്ത് ആ പുറത്തൊന്ന് തലോടിയെന്നാണ്. അങ്ങനെയാണ് അണ്ണാൻ്റെ പുറത്ത് 3 വരകൾ വന്നത് എന്ന് പണ്ടുള്ള മുത്തശ്ശിമാരൊക്കെ പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ ഒരു അണ്ണാൻ്റെ ജീവിതം പോലും അനുഗ്രഹീതമായി തീർന്നതുപോലെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം എന്താവണം? അപ്പം നാളെ നിങ്ങൾ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ എപ്പോഴും പറയണം, എന്താ പറഞ്ഞത്? മറ്റുള്ളവർക്കില്ലാത്ത വ്യത്യസ്തമായ ഒരു കഴിവെനിക്കുണ്ട്. ഒന്നുകൂടി പറയും, നെഞ്ചിൽ കൈവച്ചോ. അപ്പം മറ്റുള്ളവരെ നോക്കി നമ്മൾ അസൂയപ്പെടണോ? മത്സരിക്കണോ? വിഷമിക്കണോ? നമ്മളെക്കാളും പണമുള്ളവരുണ്ടാവും, നമ്മളെക്കാളും സൗന്ദര്യമുള്ളവരുണ്ടാവും, നമ്മളെക്കാളും സമ്പത്തുള്ളവരുണ്ടാവും, സൗകര്യങ്ങളുണ്ടാവും. അതൊക്കെ നോക്കണോ? വേണോ? എന്താ പറയുന്നത്? മറ്റുള്ളവർക്കില്ലാത്ത ഒരു വ്യത്യസ്തമായ കഴിവ് ആർക്കുണ്ട്? എനിക്ക്. ഇനി രണ്ടാമതെന്താ പറയുന്നത്? ഈ കഴിവിനെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കണം. എന്തിനാ വേണ്ടത്? മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കണം. അതിനെനിക്ക് നല്ല ബന്ധങ്ങൾ വേണം. എന്ത് വേണം? അതിനാണ് ഞാൻ ഈ സംഘവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലേ? ഇത്രയും വേണോ വേണ്ടയോ? ഇങ്ങനെ ലോകത്തിനൊക്കെ ഉപകാരികളായി നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ. നിങ്ങളുടെ ജന്മം സുകൃതമാവട്ടെ, അനുഗ്രഹീതമാവട്ടെ. ഇവിടെ കിട്ടുന്ന എല്ലാ അറിവുകളും നിങ്ങളുടെ ഭാവി ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ വളരെയധികം അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഉറപ്പാണ് നിങ്ങളൊക്കെ ജീവിതത്തിൽ വലിയ അറിവും കഴിവും അതുപോലെ കരുത്തുമുള്ളവരായി മാറും, ഒരു സംശയമില്ല. അത്രയും ഒരു ഭാഗ്യം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം സംഘത്തിൻ്റെ കയ്യിൽ പെട്ടിട്ടുണ്ടെങ്കിൽ സംഘം നിങ്ങളെ ആ രീതിയിൽ വാർത്തെടുക്കും. അത്രയും ഒരു മഹത്തായൊരു സംഘടനയിലാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതം ധന്യധന്യമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് ഞാനിവിടെ ഉപസംഹരിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ സംഘബന്ധുക്കൾക്കും എൻ്റെ നമസ്കാരം, പ്രണാമം. ഈ ഒരു ക്യാമ്പ് 2 ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടായി തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ കോടി പ്രണാമം, നമസ്കാരം.